അല്ല അല്ല തരൂരിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നത്? മോദി അനുകൂലിച്ചു എത്ര നാളുകളായി സംസാരിച്ചു. അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുന്നവർ എന്താണ് സംസാരിക്കുന്നത്? ഞാനങ്ങനെ വ്യക്തിപരമായി ആർക്കെതിരെയും പറയുന്ന ആളല്ല. എന്റെ പാർട്ടിയുടെ നയം എപ്പോഴും ഞാൻ പറയും. അത് വിട്ടുവീഴ്ചയില്ലാതെ പാർട്ടി നയങ്ങളെ എവിടെയെങ്കിലും ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിലപാട് പറയും. ശശി തരൂർ എന്ന് പറയും, ഞങ്ങൾ എല്ലാ കാലത്തും പറയാം, എന്റെ പ്രസ്താവന എടുക്കുന്നത് ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൊക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുറപ്പെടുവിക്കാറില്ല. ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ പാർട്ടിയിൽ ഉപയോഗിക്കണം തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ചിന്താഗതി. അല്ലേ, കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഓരോ സാധാരണക്കാരനായ ചായക്കടയിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകനും ആഗ്രഹിക്കുന്ന ഐക്യമാണത്. ഈ ഐക്യത്തിന് വിട്ടുപോകുന്ന ആളുടെ കാര്യം അധോഗതിയാണ്. അതുകൊണ്ട് ഐക്യം എന്ന് പറയുന്നത് നാട് ആഗ്രഹിക്കുന്ന, നാടിന്റെ ആവശ്യമുള്ള മഹത്തരമായ സന്ദേശമാണ്. ആ സന്ദേശമാണ് ഇവിടെ ഇന്ന് സപ്തയിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തപ്പോൾ പോലും അദ്ദേഹം BJP അനുകൂലമായ നിലപാടാണ്, അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അപ്പോഴൊക്കെ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഉറച്ചു പിടിച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിലപാടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, സജീവമായ ചർച്ചകൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പാർട്ടി ലൈനനുസരിച്ച് നിൽക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ശശി തരൂർ പാർട്ടി ലൈനിന്റെ പൂർണ്ണ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. കനകലു പാർട്ടിയുടെ ഭാഗം തന്നെയാണ്, പുറത്തല്ല. കനകലു ഇപ്പം നമ്മുടെ പാർട്ടിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള AICC മെമ്പറാണ്, പാർട്ടിയുടെ ഭാഗമാണ്, പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഞങ്ങൾ എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്താറുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ആസാമിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്തും. അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും, കിട്ടാവുന്ന മറ്റ് ആളുകളുടെ സേവനവും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും പറ്റുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, കയ്യിൽ PR ഇല്ലല്ലോ, കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപാപ്പം പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു കൂടി. അതുകൊണ്ട് എല്ലാവരും ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്.